ഉപ്പൂപ്പ രചന സമീർ ചെങ്ങമ്പള്ളി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി സ്റ്റുഡിയോ എക്കോസ്റ്റ ആഡ് സിറ്റി പാണ്ടിക്കാട് തമ്പനങ്ങാടി ഉപ്പൂപ്പയുടെ കയ്യിൽ പണമില്ലാതെയായിട്ട് ദിവസങ്ങൾ 3 കഴിഞ്ഞു. അങ്ങാടിയിൽ പോയി വരുമ്പോഴെല്ലാം കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും വാങ്ങി വരാറുള്ള പതിവുണ്ട്. പണമില്ലാതെ വീടിന് പുറത്തിറങ്ങിയാൽ വെറും കൈയോടെ വരുമ്പോൾ അവരുടെ കുഞ്ഞു മനസ്സ് വേദനിക്കും. അത് ഉപ്പൂപ്പാക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ടിപ്പോൾ അങ്ങാടിയിലേക്ക് പോവാറില്ല. തൊട്ടപ്പുറത്തെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുമ്പോൾ സമപ്രായക്കാരായ സുഹൃത്തുക്കളെല്ലാം കൗതുകത്തോടെ അദ്ദേഹത്തോട് ചോദിക്കും, അല്ല ഇദ്രോ, ഇജ്ജെന്താപ്പോ അങ്ങാടിക്കൊന്നും വരാത്തേ? ഒരു ചെറിയ പനി 2 ദിവസമായി തുടങ്ങിയിട്ട്. ഏകമകൻ റസാക്ക് ഗൾഫിൽ നല്ല ശമ്പളക്കാരനായിട്ടും കയ്യിൽ പണമില്ല എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ കള്ളം പറയുന്നതെന്ന് അദ്ദേഹം കരുതി. ഒരു ദിവസം മരുമകളോട് കുറച്ച് പണം ചോദിച്ചു. പാക്ക് എന്തിനാ ഇപ്പം പണത്തിന് ആവശ്യം എന്നായിരുന്നു അവരുടെ മറുചോദ്യം. അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആശുപത്രി ഞാൻ കൊണ്ടുപോവാം. തുണി എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങിക്കാം. എന്താ ആവശ്യമെന്ന് പറഞ്ഞാൽ മതി. മരുമകൾ ഒരിക്കലും ഉപ്പൂപ്പയോട് മോശമായി പെരുമാറാറില്ല, ദേഷ്യപ്പെടാറുമില്ല. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഉപ്പൂപ്പയെ അവർ സ്നേഹത്തോടെ പരിചരിക്കാറുണ്ട്. ഉപ്പൂപ്പാക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ പാകം ചെയ്ത് നൽകാറുമുണ്ട്. പക്ഷേ ഓരോ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് മകൻ അയക്കുന്ന പണത്തിൽ നിന്ന് 1 രൂപ പോലും അവൾ ഉപ്പൂപ്പയെ ഏൽപ്പിക്കാറില്ല. അതിൽ നിന്ന് അല്പപ്പണം ഉപ്പൂപ്പയെ ഏൽപ്പിക്കാൻ മകനോട്ട് പറയാറുമില്ല. ഒരു ദിവസം മകൻ ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഉപ്പ എന്താ നിങ്ങൾ പുറത്തേക്കൊന്നും പോവാത്തത്? അവൾ പറഞ്ഞല്ലോ 2 ദിവസമായി വീട്ടിൽ തന്നെയാണെന്ന്. ഒന്നുമില്ലടാ, അങ്ങാടി പോയിട്ട് എന്തിനാ, വെറുതെ വർത്താനം പറഞ്ഞ് നേരം കളയാന്നല്ലാതെ. ഈ ഉപ്പൂപ്പയെ പോലെ ആരോഗ്യമുണ്ടായിട്ടും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. മരുന്നും വസ്ത്രങ്ങളും വാങ്ങിക്കൊടുത്താൽ അവർക്ക് പണത്തിന്റെ ആവശ്യമില്ലെന്നാണ് ഭൂരിപക്ഷം മക്കളുടെയും ധാരണ. പക്ഷേ അവർക്കും ചില ആഗ്രഹങ്ങളുണ്ട്. കൊച്ചുമകളുടെ കയ്യിലേക്കൊരു മിഠായി വാങ്ങിക്കൊടുത്ത് ആ കുഞ്ഞു കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് ആത്മനിർവൃതി പുൽകാൻ. തന്റെ മകൻ കൊടുത്തയച്ച പണമാണെന്ന അഹങ്കാരത്തോടെ വെള്ളക്കുപ്പായ കീശയിൽ 100 രൂപ പ്രദർശിപ്പിക്കാൻ. സുഹൃത്തുക്കളുടെ കൂടെ ചായപ്പീടികയിൽ കുശലാന്വേഷണം നടത്തുമ്പോൾ തന്റെ വക എല്ലാവർക്കും ഒരു ചായ ഓർഡർ ചെയ്യാൻ. തന്റെ നേരെ നീട്ടുന്ന ദരിദ്രരുടെ കരങ്ങളിലേക്ക് ഒരു 10 രൂപ വെച്ചു കൊടുക്കാൻ. മാസാവസാനം നിങ്ങൾ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ആർഭാടമായി പണം അയക്കുമ്പോൾ 1000 രൂപ ഉപ്പയുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതി. രചന സമീർ ചെങ്ങമ്പള്ളി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി സ്റ്റുഡിയോ എക്കോസ്റ്റ ആഡ് സിറ്റി പാണ്ടിക്കാട് തമ്പനങ്ങാടി.